ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന ടിപ്സും റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. ആദ്യത്തേത് ഒരു റെസിപ്പിയാണ്, ഒരു അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. ഈ ചൂട് കാലത്തിന് പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോഴേ ഒരു ബൗൾ വെച്ചിട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഒരു നല്ല നീറ്റായിട്ടുള്ള ഒരു തുണി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈരാണ്, കട്ട തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് പിഴിഞ്ഞു നോക്കി. അപ്പോൾ പിഴിഞ്ഞു നോക്കിയപ്പോൾ അതിനുള്ളിലുള്ള വൈറ്റ് ആയിട്ടുള്ളതെല്ലാം ഇരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വെള്ളമാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് കെട്ടിവെച്ചിട്ട് നമുക്ക് ഒരു 4-5 മണിക്കൂർ ഇതിങ്ങനെ തന്നെ കെട്ടിവെച്ച് ഇങ്ങനെ വെക്കണം. കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ തൂക്കിയിടാം. ഇപ്പം ഞാൻ ഒന്നും ചെയ്തില്ല, അരിപ്പയിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത്. 1 മണിക്കൂറേ ഞാൻ വെച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ തുണി ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ട്രെയിനറെ വെച്ച് കൊടുക്കുന്നു. ഇനി വെള്ളം ഊർന്ന് പോകാനായിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നു, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് ഇത്. മസ്റ്റ് ട്രൈ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അടിപൊളി ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് പഴുത്താണ്. അത് പക്ഷേ തൊലി അങ്ങനെ ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നതാണ്. നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആൾക്കാരുടെ അതനുസരിച്ച് നമുക്ക് കൂടുതൽ മാങ്ങയും പഞ്ചസാരയും തൈരും ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് പുളി എടുത്തിട്ട് അത് കുറച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ആ പഞ്ചസാര പൊടിച്ച് അത് പഞ്ചസാര മാറ്റിയിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. മാങ്ങ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു, അത് മാറ്റി വെക്കുന്നു. ഇനി നമ്മുടെ നേരത്തെ എടുത്തു വെച്ച തൈര് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തൈര് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ, അത്രയും നേരം അങ്ങനെ ഇരുന്നപ്പോൾ അതിലെ വെള്ളമെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഊർന്നു വരും. അപ്പോൾ അത് കുറേ വെള്ളം അത് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പോകാറുണ്ട്. ഒരു 4-5 മണിക്കൂർ ഇന്നാലേ കറക്റ്റ് ആ വെള്ളമെല്ലാം മാറി നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് ആ തൈര് പിന്നെ വേണ്ടിയത്. ഇങ്ങനെ എടുക്കുന്ന ആ തൈരിന് ഹങ്ങ് കേടെന്നാണ് പറയുന്നത്. അങ്ങനെ നല്ല വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് നന്നായിട്ട് അങ്ങനെ തൈര് എടുക്കണം. അതെടുത്തിട്ട് ആ തൈരിനി അതിൽ നിന്ന് എടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നല്ല ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വിസ്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഇപ്പോഴും മാങ്ങയുടെ സീസണൊക്കെ ആയി വരുവാണ്. അപ്പം പഴുത്ത മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ കേരളീയർ അങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഒക്കെ നല്ല കോമൺ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണിത്. സാധാ നമ്മൾ മാങ്ങ കഴിക്കുകയാണെങ്കിൽ അത് വയറിന് ചൂടാണെന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ തൈരിനകത്ത് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഏറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം തണുക്കുകയും അതുപോലെ നമ്മുടെ ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കുകയും ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അതേപോലെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്ത ബാക്ടീരിയ ഉണ്ട്. അതൊക്കെ ഇത് മാങ്ങയുടെ ആഡ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു റിച്ചായിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ട് തന്നെയാണ്. നമ്മൾ ഐസ്ക്രീമിനൊക്കെ പകരം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഡെസേർട്ട് തന്നെയാണിത്. അപ്പോൾ ആ തൈരും മാങ്ങയുടെ പൾപ്പൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ പീസസ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുങ്കുമപ്പൂവ് ചെറിയ ചൂടുള്ള പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതിന് കുറച്ചുകൂടെ കളറൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലാണെങ്കിലും കൂത്ത് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല.
അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബദാം പിസ്തയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ സീഡും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഡേറ്റ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഡെക്കറേഷൻ വേണ്ടി ഇട്ട് കൊടുത്തേ ഉള്ളൂ. നല്ല ഒരു അടിപൊളി ഒരു ഡെസേർട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അങ്ങനെ ഷിർകാന്ത് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഒരു ടിപ്പാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലൂ സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഗ്ലൂ സ്റ്റിക്ക് കയ്യിൽ ആവശ്യം വരുമ്പോൾ നമുക്ക് തേച്ച് കൊടുത്താൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതെന്താ നമുക്ക് കണ്ടു കളയാം. ഇവിടെ ഒരു കാലിയായിട്ടുള്ള ഒരു ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ അതെല്ലാം ആ ഗ്ലൂ എല്ലാം കഴുകി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നന്നായി അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സോപ്പാണ്. ഏത് തരത്തിലുള്ള സോപ്പ് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തതിൻ്റെ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ എടുത്തതിൻ്റെ ബാക്കിയാണ്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മതി. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഈ ബൗൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബോയിൽ വഴി നമ്മൾ ആ സോപ്പ് ഒന്ന് മെൽറ്റാക്കി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മെൽറ്റായി വരുമ്പോൾ നമുക്കത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കാര്യമായിട്ടുള്ള ഗ്ലൂ സ്റ്റിക്കിലോട്ട് അത് വെച്ച് ഉള്ളിലോട്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതിപ്പം പെട്ടെന്ന് നമ്മൾ ചെയ്യണം. കാരണം അത് പെട്ടെന്ന് അത് കട്ടിയാവും. വെളിയിലോട്ട് ആ ചൂടുമായ മാറുമ്പോഴത്തേക്കും അത് കട്ടിയാവും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ അത് അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കണം. പിന്നെ ചൂട് ഒന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് കൈ കൊണ്ടാണെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഉള്ളിലോട്ട് അങ്ങ് പോവും. അപ്പോൾ ഞാൻ ആദ്യം സ്പൂണിലൊന്ന് കോരി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാടാൻ തോന്നിയപ്പോൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ഇതായിട്ട് തന്നെ അത് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ സോപ്പ് നന്നായിട്ട് അതിൽ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത്, ടൂറൊക്കെ പോകുന്ന സമയത്ത്, പിക്നിക്കൊക്കെ പോകുന്ന സ്കൂളിൽ നിന്ന് പിള്ളേർ പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യേണ്ട സമയമൊക്കെ വരുമല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കാൻ കയറുന്ന കടയിലാണെങ്കിൽ അവിടെ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന സോപ്പായിരിക്കും. അപ്പോൾ നമുക്കത് തൊടാനൊക്കെ ഒരു അറപ്പായിരിക്കും. നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൈ കഴുകണമെന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ സോപ്പ് കയ്യിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കൈ കഴുകിയെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് മാറി കിട്ടും. യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ബാഗിനകത്ത് എടുത്തിട്ടാൽ മതി. ഒതുങ്ങി അവിടെ ഇരുന്നോളും. പിന്നെ കുട്ടികളൊക്കെ യാത്ര പോകുന്ന സമയത്ത്, പിക്നിക്കൊക്കെ ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെ അവരുടെ കയ്യിൽ ഇതുപോലെ കൊടുത്തു വിടാവുന്നതാണ്. അവർക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട് സോപ്പൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു അടിപൊളി ഒരു ഐഡിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്. നമുക്ക് ഇതുപോലെ ഗ്ലൂ സ്റ്റിക്കിന് പകരം നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആ സ്റ്റിക്ക് അതും നമുക്ക് എടുക്കാവുന്നതാണ്. അതിനകത്താണെങ്കിലും ഇതുപോലെ. ഈ ടിപ്സ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനും മറന്നു പോകരുത്. ഇന്നത്തെ ടിപ്സും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.